നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഇതുമൂലം ലോകരാജ്യങ്ങളുടെ ജിയോ പൊളിറ്റിക്സിൽ വളരെ ഇൻട്രസ്റ്റിംഗും പേടിപ്പെടുത്തുന്നതുമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കാവുന്നതാണ്. പാകിസ്ഥാനും ചൈനയും ചേർന്നുള്ള ഉഭയകക്ഷി ധാരണ അഥവാ ബൈലാറ്ററൽ എഗ്രിമെന്റിന് പുറമെ ബംഗ്ലാദേശും കൂടി ഈ സഖ്യത്തിൽ അണിചേർന്നാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വിശകലനം ചെയ്യാം. അതിനു മുന്നേ ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ചില വസ്തുതകൾ അവ ഇന്ത്യക്ക് പ്രതികൂല കാലാവസ്ഥ വരുത്തിവെക്കുമോ എന്ന് ഇവിടെ പരിശോധിക്കാം. നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ബംഗ്ലാദേശിലെ തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് ബംഗ്ലാദേശ് ക്യാമ്പസ് കേന്ദ്രീകരിച്ച് ഇത്തരം സംഘടനകൾ ഇന്ത്യൻ യുവാക്കളെ തീവ്രവാദ ചിന്തയിലേക്ക് മാറ്റാൻ വളരെയധികം കനത്ത രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ വെച്ചു പുലർത്തുന്ന ഇസ്ലാമിക് തീവ്രവാദത്തിന്റെ ആശയപരമായ സമാനതകളും ക്യാമ്പസുകളുടെ നിലവാര തകർച്ചയും പാകിസ്ഥാന്റെ മണ്ണ് വിട്ട് ബംഗ്ലാദേശിൽ വന്ന് തെറ്റ് ചെയ്താലും ഇവിടെ ശിക്ഷിക്കില്ലെന്നുള്ള പാകിസ്ഥാന്റെ വിശ്വാസവും ഇവയെല്ലാം മുതലെടുത്താണ് പാകിസ്ഥാൻ തീവ്രവാദത്തിനായി ബംഗ്ലാദേശിന്റെ മണ്ണ് എടുത്തിരിക്കുന്നത്. ധാക്ക യൂണിവേഴ്സിറ്റിയിലെ പരിപാടികളിൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ വധിച്ച ഭീകരരെ ഇത്തരം സംഘടനകൾ രക്തസാക്ഷിയായിട്ടാണ് ചിത്രീകരിക്കുന്നതും അവതരിപ്പിക്കുന്നതും. തീവ്രവാദ ഗ്രൂപ്പുകൾ എങ്ങനെ ഒരാളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നു എന്ന ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുക. അങ്ങനെയുള്ള സാമ്പത്തികമായി അവരോടൊപ്പം നിന്നുകൊണ്ട് ഇവർ ഇന്ത്യ വിരുദ്ധതയിലേക്ക് എത്തിക്കുന്നതും ഇന്ത്യ മുസ്ലിങ്ങളെ ആക്രമിക്കുകയാണെന്നുള്ള കള്ളപ്രചാരണം പടച്ചുവിടുന്നതും. ധാക്ക ചിറ്റഗോങ് ശ്രദ്ധിക്കണം, ധാക്ക ചിറ്റഗോങ് ബംഗ്ലാദേശിന്റെ വളരെ നിർണായകമായ മർമ്മപ്രധാനമായ മേഖലയാണ്. ധാക്ക ബംഗ്ലാദേശിന്റെ പൊളിറ്റിക്കലും എക്കണോമിക് ഹബ്ബായി മാറുമ്പോൾ ചിറ്റഗോങ് ബംഗ്ലാദേശിലെ തന്നെ നിർണായകമായ വലിയ പോർട്ട് സിറ്റി കൂടിയാണ്. ഇവിടം വെച്ചാണ് വിദ്യാർത്ഥികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതും തുടർന്ന് സ്റ്റഡി ടൂറുകളുടെ മറവിൽ മ്യാൻമാർ വഴിയോ നേപ്പാൾ വഴിയോ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തൊയ്ബ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2024 ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ അട്ടിമറിച്ചതോടെ ഷെയ്ഖ് ഹസീന ന്യൂഡൽഹിയിൽ അഭയം പ്രാപിച്ചു. അതേ തുടർന്ന് ബംഗ്ലാദേശിന്റെ സ്ഥാപക രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അദ്ദേഹത്തിന്റെ പ്രതിമകൾ നശിപ്പിക്കുകയും ബംഗ്ലാദേശ് അച്ചടിച്ച പുതിയ കറൻസി നോട്ടിൽ നിന്നും ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ചിത്രം എടുത്തുകളയുകയും ചെയ്തിരിക്കുന്നു. അതിനു പകരം ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ തന്നെ ഭാഗമാണെന്ന് അന്ന് വാദിച്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെയും ബംഗ്ലാദേശ് പുതിയ രാജ്യം വേണമെന്നതിനെ പ്രതികൂലിച്ച പ്രസ്ഥാനങ്ങളുടെ ചിഹ്നമാണ് കറൻസി നോട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ, 1971 കാർഗിൽ യുദ്ധത്തിൽ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് നമ്മൾ ഇന്ത്യയാണ്. ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം ഇന്ത്യ പോലെ മതേതരത്വ രാഷ്ട്രമായിരുന്നു. അത്തരം മൂല്യമാണ് ഇന്ത്യ ബംഗ്ലാദേശുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചിരുന്നത്. ഇന്ന് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഇസ്ലാമിക് തീവ്രവാദ ചായ്വിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി, അതായത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ തലവേദനയെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ രാഷ്ട്രീയ സ്വാധീനം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നുഴഞ്ഞുകയറ്റവും തീവ്രവാദവൽക്കരണവും സാമുദായിക കലാപവും നേരിടേണ്ടി വന്നേക്കാം. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാവും. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായ ഖലീദ സിയ പാകിസ്ഥാനുമായി ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന കാലത്തും അത്തരം കലാപങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറിയിട്ടുണ്ട്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പാകിസ്ഥാന് $800 ബില്യൺ വായ്പ വീണ്ടും അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യ ഈ നീക്കത്തെ ശക്തമായാണ് എതിർത്തിരിക്കുന്നത്. വായ്പ ലഭിക്കുന്ന ഈ തുക വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതെ സൈനിക ആവശ്യങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തുമെന്ന് ഇന്ത്യ വിമർശിച്ചിരുന്നു. അതിനാൽ ഈ തുക കാര്യക്ഷമമായി വികസന പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ADB ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു. ഇതേ അവസ്ഥ തന്നെ ഇന്ത്യ പാക് സംഘർഷം നടന്ന മെയ് മാസത്തിലും IMF പാകിസ്ഥാന് 8,000 കോടിയുടെ വായ്പ കൊടുത്തിരുന്നു. അന്നും ഇന്ത്യ പാകിസ്ഥാനെതിരെ രംഗത്തെത്തിയിരുന്നു. അടുത്ത ദിവസം തന്നെ ഈ വായ്പ കിട്ടിയ അടുത്ത മണിക്കൂറിൽ തന്നെ 400 ഡ്രോണുകളാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ വിട്ടതും നമ്മൾ അതിനെ അടിച്ച് തൂഫാനാക്കിയത്. അത് ആരും മറന്നിട്ടില്ല. പാകിസ്ഥാൻ തകർന്നാൽ പാകിസ്ഥാനിലെ മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും UK കുവൈറ്റിലേക്കോ രക്ഷപ്പെടും.
പാവം അവിടുത്തെ ജനങ്ങളായിരിക്കും ഇത്തരം ഭീകരതയുടെ കയ്പ് അനുഭവിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ജൂൺ 5 ADBയിൽ നിന്ന്, അതായത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും വായ്പ കിട്ടിയ അടുത്ത നിമിഷം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അദ്ദേഹം വിചാരിക്കുന്നത് ഇനി എന്തായാലും കയ്യിൽ കാശുണ്ട്, ഇനി ധൈര്യമായിട്ട് ഇന്ത്യ പാക് യുദ്ധത്തിന് പോവാം, ഡോസയിൽ വീണ്ടും അടി തുടങ്ങാന്നുള്ള ധാരണയിലേക്കാണ് അദ്ദേഹം വന്നത്. 1971 കൊണ്ടുവന്ന ഷിംല കരാർ ഖ്വാജ ആസിഫ് നിർത്തലാക്കുമെന്നും യുദ്ധത്തിന് തയ്യാറെന്ന രീതിയിൽ രംഗത്തെത്തിയിരുന്നു. ഇനി ചൈനയിലാണെങ്കിൽ റെയർ എർത്ത് മിനറൽസ് ഇനി ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, അതിൽ അമേരിക്കയിലേക്ക് താൽക്കാലികമായിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നത് ലൈസൻസിങ് നിയമം കൊണ്ടുവരുന്നു. 7 റെയർ എർത്ത് മിനറൽ എലമെന്റ്സ് ആണ് കയറ്റുമതി ചെയ്യുന്നതിൽ നിന്നും ഇത്തരം ലൈസൻസിങ് നിയമം ബാധകമാക്കിയിരിക്കുന്നത്. റെയർ എർത്ത് മിനറൽസ് എന്നാൽ അതെന്താന്ന് വെച്ചാൽ വളരെ റയറായി ഭൂമിയിൽ ഖനനം ചെയ്തെടുക്കുന്ന 17 മൂലകങ്ങളുടെ ഗ്രൂപ്പാണ് REE അല്ലെങ്കിൽ REE, റയർ എർത്ത് എലമെന്റ്സ്. ഇത്തരം മൂലകങ്ങൾ വഴിയാണ് മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, സാറ്റലൈറ്റുകൾ, മിസൈലുകൾ, കാറ്റ് ടർബൈനുകൾ, LED ലൈറ്റുകൾ എന്നീ നിരവധി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. ഇതിൽ 17 മൂലകങ്ങളിൽ ചൈന ലൈസൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് 7 പ്രധാന മൂലകങ്ങൾക്കാണ്. അതെന്തൊക്കെയെന്ന് നോക്കാം നമുക്ക്. നിയോഡിമിയം, ലാന്തനം, സെറിയം, പ്രോസിയോഡിമിയം, സമീരിയം, സെറിയം, ഗാഡോളിനിയം, ഇട്രിയം. ചൈനയുടെ ഇത്തരം മൂലകങ്ങളുടെ സ്റ്റോക്ക് അഥവാ ശേഖരം, അതും ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മേഖല മുതൽ ജനജീവിതം വരെ സ്തംഭിപ്പിക്കുന്ന നയം. ദി ഡിപ്ലോമാറ്റ് പോലുള്ള സൈറ്റുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം ധാതുക്കളുടെ ലൈസൻസിങ് ഏർപ്പെടുത്തി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്ത് വെക്കുന്നതിന് സ്റ്റോക്ക് പൈലിംഗ് അഥവാ അത്തരം മൂലകങ്ങളുടെ സ്റ്റോക്ക് ഉയർത്തൽ എന്ന് പറയാം. ചൈന ഇനി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വാണിജ്യപരമായും പ്രതിരോധപരമായും വെട്ടിലാക്കാനുള്ള നയമാണെന്ന് സംശയിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ മതേതരത്തിൽ നിന്നും ഇസ്ലാമിക തീവ്രവാദത്തിലേക്കുള്ള നീക്കം, ബംഗ്ലാദേശ് ക്യാമ്പസുകളിൽ ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷ്-ഇ-മുഹമ്മദ് തുടങ്ങിയ ഭീകരവാദ സംഘടനകൾ ഇന്ത്യൻ യുവാക്കളെ കേന്ദ്രീകരിച്ച് ഹിന്ദു വിരുദ്ധത, ഇന്ത്യ വിരുദ്ധത എന്ന വിഷം കുത്തിവയ്പ്, പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള ഭീകരരെ സ്വതന്ത്ര സമരസേനയാക്കാനുള്ള പാകിസ്ഥാന്റെ ത്വരിത ശ്രമങ്ങൾ, പാകിസ്ഥാൻ അന്തർദേശീയമായി IMF, ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് തുടങ്ങിയ ബാങ്കുകളിൽ നിന്നുള്ള ധനസഹായം, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഖ്വാജ ആസിഫിന്റെ ഷിംല കരാർ റദ്ദ് ചെയ്യുന്നുള്ള ഭീഷണികൾ, ഇന്ത്യയെ അകത്തുനിന്നും പുറത്തുനിന്നും വർഗീയപരമായി നശിപ്പിക്കാനുള്ള പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ യുദ്ധക്കൊതി നമുക്ക് നല്ലപോലെ ഇതിൽ കാണാൻ സാധിക്കും. ടാറ്റ ഗ്രൂപ്പ് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രിയുമായി പ്രതിരോധ മേഖലയിൽ ഒപ്പുവെച്ച കരാറിനെ ചൊല്ലി പാലസ്തീനിൽ പ്രശ്നം എടുത്തിട്ട് ടാറ്റയുടെ സ്റ്റുഡിയോ ലക്ഷ്യമിട്ട് ബോയ്ക്കോട്ട് ആഹ്വാനം ചെയ്തത് നാം കണ്ടതാണ്. നാം മതപരമായി സംഘടിക്കാതെ ദേശീയമായി ഒന്നിക്കേണ്ട ആവശ്യമാണ് ഇപ്പോൾ. പാകിസ്ഥാനും അവരുടെ ഭീകരവാദ സംഘടനകളും ഇന്ത്യയെ നശിപ്പിക്കണം. അതിനായി ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ശത്രുത കൂടുതൽ പ്രചരിപ്പിച്ച് ഇന്ത്യയെ വെട്ടിമുറിക്കുന്നതാണ് പാകിസ്ഥാന്റെ ആഗോള അജണ്ട. അതിൽ നമ്മൾ ഇന്ത്യക്കാർ വീഴിലെന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഐക്യദാർഢ്യം, ജാതിമതാന്യെ ഇന്ത്യയോടൊപ്പം നിലകൊള്ളാനുള്ള ഇന്ത്യക്കാരുടെ മനസ്സിനെ ശത്രു രാജ്യങ്ങൾക്ക് ഇപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആരൊക്കെ വന്നാലും അകത്തുനിന്നും പുറത്തുനിന്നും ആരൊക്കെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ ഓർക്കുക, പാകിസ്ഥാൻ 5 കഷ്ണങ്ങളായാണ് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം അത് ഓർക്കുക. തൊട്ടടുത്ത മുസ്ലിം രാജ്യമായ അഫ്ഗാനിസ്ഥാനോടുള്ള ശത്രുത, അവരും ഇസ്ലാമിക് ഐഡിയോളജി പിന്തുടരുന്നവരാണ്. അതോട്ടെ, സ്വന്തം പാകിസ്ഥാനിൽ തന്നെ ബലൂജികളും ഖൈബർ പഷ്തൂൺകാരും വംശീയമായി അവരെ ആക്രമിക്കുന്നതും ഏത് ഐഡിയോളജിയാണ് പാകിസ്ഥാൻ പറയാൻ ശ്രമിക്കുന്നത്? ഇന്ത്യയിലെ മുസ്ലിം അവിടത്തെക്കാളും മനോഹരമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ആർക്കും മതമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഒറ്റ മതമുള്ളൂ, അത് ഇന്ത്യയാണ്, ഇന്ത്യ എന്നുള്ള വികാരമാണ്. കനിമൊഴിയോട് ഒരു മാധ്യമ പ്രവർത്തക ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: ഇന്ത്യയുടെ ദേശീയ ഭാഷ നാഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു. അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.